എന്താ എഴുതുന്നേ? എഴുതി പഠിക്കണം. വായിൽ നാക്കുണ്ടോ? തിന്നാനും വളവള വർത്താനം പറയാനും നല്ല നാക്കാണല്ലോ. അതങ്ങൾ പറഞ്ഞു എഴുതുന്ന സാധനം എത്ര പറഞ്ഞാലും അറിയില്ല. സെന്റൻസ് ഡാഡി ഇന്ന് വരാൻ നേരത്തെ എറൈസർ വാങ്ങിച്ചോണം, മറക്കല്ലേ. ഈ ഒരാഴ്ച 3 എറൈസർ വാങ്ങിച്ചില്ലേ? നീ ഇതെന്ത് തിന്നണുണ്ടോ എറൈസർ? ഡാഡി അത് കാണാതായി ഡാഡി. തിരക്കാണപ്പോ എന്താ പരിപാടി? എന്റെ സിസ്റ്റർ വന്ന് സിസ്റ്റർ. ആന്റി എന്റെ സിസ്റ്റർ എവിടെ? എന്നെ എന്താ കൊണ്ടുവരാത്ത? ഏത് സിസ്റ്റർ? ഇതെന്താ സിസ്റ്റർ സിസ്റ്റർ? നിനക്കേത് സിസ്റ്റർ? ആലിസ്. അത് കസിൻ സിസ്റ്റർ ആണ്. കസിൻ സിസ്റ്റർ അതായത് എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ 2 മക്കളാണ് ഞങ്ങള് ബ്രദറും സിസ്റ്ററും. നിനക്കിപ്പോ നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ യു എലോൺ. അല്ല നീ എന്താണ് ഉദ്ദേശം? വേണമെങ്കിൽ എല്ലാം മാറി കെട്ടി പോകുന്ന തന്നെ. നീ ബാഗ് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് അവനുള്ളതാന്നേ. മാത്തിന് കൊള്ളുന്ന സാധനങ്ങളാണ്. കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ എടുത്ത് വെച്ചപ്പോ ദേവ് സഞ്ചി വലിയ സഞ്ചിയായി. അവൻ കളിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഇങ്ങനെ പോയി എന്താവും കണ്ടറിയണം. അല്ല അവർക്ക് ഇനിയിപ്പോ ഇന്ത്യൻ ടീമിൽ കയറിയില്ല. ഇന്ത്യൻ ടീമിൽ രക്ഷയുള്ളതാണ് പറയണത്. നമുക്ക് അഭിമാനല്ലേ. അവളെ ഞാൻ ഇറങ്ങുകയാണ് സിസ്റ്ററെ. വരാൻ ലേറ്റ് ആവും. 1-2 മീറ്റിംഗ് ഉണ്ട്. ഞാൻ വന്നപ്പോഴേക്കും ഞാൻ ഇറങ്ങിയപ്പോഴല്ലേ നീ വന്നത്. നിനക്ക് അപ്പൊ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ പോയിട്ട് വന്നാ പോലെ. എല്ലാം കൂടെ തിന്നാൻ. സിസ്റ്ററും കസിൻ സിസ്റ്ററും മനസ്സിലായില്ല എനിക്ക്. നിന്റെ അമ്മൂമ്മയുടെ മക്കൾ ആരൊക്കെയാ? ഞാൻ സോറി അമ്മയും കനയമ്മാമനും. ഞങ്ങള് ബ്രദറും സിസ്റ്ററും. മനസ്സിലായ? കസിൻ എന്ന് പറയുമ്പോൾ കനകമ്മാമന് ഒരു കൊച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കസിൻ. അതായത് നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ ആലീസ് നിന്റെ കസിൻ സിസ്റ്റർ. സിസ്റ്റർ അല്ലേ? സിസ്റ്റർ അല്ല. അവളുടെ സഹോദരി. നീ ഭാരിച്ച കാര്യമൊന്നും ചിന്തിക്കണ്ട. നിനക്ക് സിസ്റ്റർ ഇല്ല. നിനക്ക് കസിൻ സിസ്റ്ററേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെ. വലിയ സംഭവമൊന്നുമില്ല. സിസ്റ്റർ അല്ല, അത് കസിൻ സിസ്റ്റർ. ഈ അമ്മ ഇതൊക്കെ എന്തൊക്കെ പറയണ? ആ കൊച്ചിന് ആകെ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ സിസ്റ്ററും ബ്രദറും എഴുതി കഴിഞ്ഞാ? പിന്നെ ഉടുപ്പൊന്നും മാറുന്നില്ലേ? മാറാ. എന്തിന്റെ കൈ ഒടിഞ്ഞ ബാഗിന് മുടിഞ്ഞ കനം. എന്തെന്നാലും ഉണ്ടാക്കിക്കൊണ്ടുവന്നേ. കൊറേ സാധനങ്ങൾ എല്ലാം എടുത്തെടുത്ത് വെച്ചു. വെള്ളം എടുക്കാം. വെള്ളം എന്താ? എന്റെ അമ്മയെ എന്റെ കൈ പഠിച്ചു കഴിഞ്ഞാടി വെച്ച് നിന്റെ ഭാഷ സിസ്റ്ററിനെ കൊണ്ടുവരായിരുന്നു. നീ എന്താ ബന്ധം പറഞ്ഞു പഠിക്കണ? സിസ്റ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണേ. ഞാൻ ചായ ഇടാട്ടോ. ചായ ചായ എടുക്ക്. നല്ല ഭംഗിയുണ്ടല്ലോടി നിന്റെ കയ്യക്ഷരം കാണാൻ. ഒന്ന് പറഞ്ഞേരും ഇത്. ഏത് ചക്ക തിന്നാൻ ഇത്ര പൂതിയാന്? ചക്ക അവിടെ ആര് കൊടുക്കാനടി? ഹോസ്റ്റലിലല്ലേ നിക്കണേ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്താലല്ലേ തിന്നാൻ പറ്റും. അല്ലാത്തപ്പോ വീട്ടിലുണ്ടായിരുന്നപ്പോ വേണ്ട. അപ്പൊ വേണ്ട. ആർക്കും വേണ്ടാത്ത സാധനം ഇപ്പൊ ഭയങ്കര അത്യാവശ്യം. അതെ, ഈ വേറെന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? ഞാൻ ഇത്തിരി ഔലോസൂടി വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇച്ചിരി ഇടയ്ക്ക് പഞ്ചസാരയൊക്കെ ഇട്ടത് നേരത്തെ പറഞ്ഞാണെങ്കിൽ ഞാൻ ഇച്ചിരി അച്ചപ്പം ഉണ്ടാക്കി വെച്ചേനെ. ഇത് മതി. എല്ലാം കൂടി കൊണ്ടുപോയി ചെന്നാ അയ്യടാ, ഇതിന്റെ കാര്യമല്ലേ തക്കളി പറഞ്ഞത്? അപ്പുറത്തുള്ളത് ചിരിക്കണ്ടല്ലോ. എവിടെ പോവാടി? തക്കളി ചേച്ചിയുടെ കളിക്കാൻ പോവുക. കൊച്ചിനെ കൊണ്ടോ? അവനിരിക്കും അവിടെ. തക്ക വേണോ? തക്ക തക്ക. എന്റെ കയ്യിലപ്പടി പശ. അയ്യോ, എന്താ പേരവന്റെ? കാർത്തിക്. എന്താ വിളിക്കണേ? കാർത്തിക് തക്ക വേണോ? ആ കയ്യിലിരിക്കണതാ നോക്കണ. വേണോ? വേണോ? ഒക്കെ പോയി കളിച്ചോ. തക്കളിമോളൊക്കെ അവിടെ ഉണ്ട് താഴെ. ടാറ്റാ കാർത്തിക്കൂട്ട. അവളെപ്പോ പോയി? തക്കളി പോയി? അവള് കൊറേ നേരമായി. കളിപ്പിച്ചാന്തല്ലേ അവൾക്ക്? കൊറേ ഉണ്ടല്ലോ അടി. അതെ, വേഗാക്കാം. ഇത് കൊണ്ടാക്കി തരാൻ വേണ്ടി ഞാനും വരണോ? അല്ല, നീ വന്നാ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തനിച്ച് വണ്ടി പിടിച്ച് അങ്ങോട്ട് പോണ്ടേ. നീ വന്നാ എനിക്കൊരു പോവാറ്. അല്ല, ഇടയ്ക്ക് നീയും കാണാൻ കൊതി ഉണ്ടെങ്കിൽ നീയും വാ, എനിക്കൊരു കൂട്ടാവും. എന്നാ വേഗം ആക്കാം. എന്നിട്ട് പോയിട്ട് ഇവിടെ ആരും ഇല്ലാതെ ഇത് കാണുന്ന പോലെയല്ല. ഇത് നന്നാക്കി എടുക്കാൻ നല്ല പാടാ. നല്ല കളറുണ്ട്, നല്ല മധുരമുണ്ട്. അവന് ഇഷ്ടപ്പെടുമായിരിക്കും. കൂട്ടുകാരൊക്കെ ഇല്ലേ? ഇത് തികയോ?
ഇത് മതി. കുറെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അത് ചീത്തയായി പോയി കഴിഞ്ഞാൽ ഞാൻ തിന്നില്ലെങ്കിലും അതും പാടല്ലേ. അതൊന്നും ഇരിക്കില്ല, പിള്ളേരല്ലേ എക്കത്തിന് വിശന്നിരിക്കും. ആ എല്ലാരും കൂടി കൂടുമ്പോ കൊതിയായിരിക്കും, തിന്നോളും. ഞാൻ കുറച്ചു ഒരു കാര്യം ചെയ്താലോ? അല്ല വേണ്ട. എന്തേ? ഞാനോർത്തേ നാത്തൂനെ അങ്ങോട്ട് എടുത്തിടുകയാണെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേഗം അത് ഞാൻ എടുത്ത് വെച്ചോളാം, നീ വേണമെങ്കിൽ പൊക്കോ. ഞാൻ മറ്റേതൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണോ? അത് ബാഗിൽ ഇരിക്കുമല്ലോ, ഞാനും പുറത്തെടുത്തില്ലായിരുന്നു. നീ വേണമെങ്കിൽ റെഡിയാവുന്ന കളയില്ല. ഓ നിന്റെ കൈ അപ്പടി ചീത്തയായാലടി വെച്ചേ. പിന്നെ ചക്ക നന്നാക്കുമ്പോ ചീത്താവൂല. ഇച്ചിരി ആദ്യം വെളിച്ചെണ്ണ വെച്ചാൽ മതിയായിരുന്നു. കീർത്തന എവിടെ പോയി? അവളും ഇപ്പൊ വരും. എവിടെ പോയി? എവിടെ പോയോ? ഷോ അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒളിച്ചു കളിക്കാം. രണ്ടുപേരും വെച്ച് എന്ത് കളിക്കും? എന്ത് കളിക്കും നമ്മള്? നോക്ക എവിടെ എന്തേലൊക്കെ കാണാമല്ലോ. അവളിപ്പോ വരുമെന്ന് പറഞ്ഞ. എവിടെ പോയോ? കമ്പ് തുടിക്കാക്കോ വേണ്ട, അടുക്ക കമ്പ കളഞ്ഞത്. അവള് വന്ന്. ഇതാരിത്? ഇവനെ കൊണ്ടുവന്നോ? സമ്മതിച്ചോ അമ്മ? ആ സമ്മതിച്ചു. എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞു തക്കളി ചേച്ചിമാരോടെ കളിക്കാൻ പോവാന്ന്. കുഴപ്പമൊന്നുമില്ലേ? ഇല്ല. അച്ഛോ ഓർമ്മയുണ്ടോന്ന്? അറിയോ? ഇല്ല ഇല്ല ഇല്ലല്ലോ. മക്കൾക്ക് കാണിച്ചു തരാം. ഞാൻ തന്നെ പാല് നോക്കണേ. അമ്മ. നീ എന്ത് ഇത്ര നേരത്തെ വരാ? ഞാൻ ഇവനെ വെച്ചോണ്ട് അവിടെ നിന്നു. അപ്പം വരാൻ താമസിച്ചു. എത്ര നേരമായാലും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. നമ്മള് കൊറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യും. കേല് കാണിച്ചു തരാട്ടോ. ഇവന് ആഹാരമൊക്കെ കൊടുത്തോ? ആ കൊടുത്തു. കൊടുത്തോ? ഞാനേ ഒരു കാര്യം കാണിച്ചു തരട്ട് കൊണ്ടുവരാം. എന്തെങ്കിലും കൊടുത്തിട്ട് വരാം, വീട്ടിലുണ്ട്. നിങ്ങൾ കളിച്ചോ? നിങ്ങൾ വരണില്ലല്ലോ. എവിടെ കളിച്ചോ? ഞങ്ങളിവിടെ കളിച്ചു. ഞാൻ പോയി തരാം കേട്ടാ. ബൈ. കേട്ടാ ഇപ്പൊ വരാം. നമുക്ക് കിഞ്ചി വേണം. മക്കൾക്ക് ഞാൻ രണ്ട് കിളികളൊക്കെ ഉണ്ടോ? അവിടെ നോക്ക്, അവിടെ നോക്ക്. രണ്ട് കിളികളല്ലേ? ലക്ഷ്യല്ലേ? എവിടെ നോക്ക് ഞാൻ? ആ എൻ്റെ പുന്നാരക്ക് ഞാൻ മാമ്പരം പറിച്ചരാം. മാമ്പരം ഇഷ്ടമാണോ? ഞാൻ പറിച്ചരാട്ടോ. നമുക്ക് രണ്ടുപേരും കൂടെ മാമ്പരം കഴിക്കാം. ഇവിടെ നോക്കി. നല്ല രസമല്ലേ? നോക്ക് നോക്ക്. തക്കളിക്കുട്ടി കുഞ്ഞോ, നീ ഇഷ്ടപ്പെട്ടാ? താണ്ട നോക്ക് ചേച്ചി. എൻ്റെ പുണ്ണാർക്കൊരു സൂത്രം കാണിച്ചു കേട്ടോ. ആ താണ്ടേ എറിയാൻ പോയണേ. നാത്തൂനെ വേഗം ആയിക്കോട്ടെ കേട്ടോ. മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം. സാരിയും കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു. നാത്തൂനെ ഒരു പാത്രം കൂടി ഉണ്ടായില്ല, അതെന്തേ? അതിൽ വെച്ചെന്ന് നോക്കിയേ. ഇതിനകത്തുണ്ട്. ഇതും ചക്കയാണേ. എല്ലാം വെച്ചാർന്ന അതില്. താക്കോലൊക്കെ എവിടെ ഇരിക്കണേ? വീടിന്റെ താക്കോലൊക്കെ എവിടെ ഇരിക്കണേ? ആ താക്കോല് ഞാൻ എടുത്തോളാം. ഇറങ്ങിക്കാം. തീറ്റ അറിഞ്ഞാലേ വഴക്കുറയും. തലക്കാടെ പോകാം. ലൈറ്റ് ഓഫ് ആക്കിയായിരുന്നു. അത് കുഴപ്പമില്ല. നമ്മൾ എന്ത് കളിക്കും? നമുക്ക് ഓടി കളിക്കാം. എന്നെ പിടിക്കാമോ? ഇങ്ങോട്ട്. കീർത്തനെ മോളെ ഓ ഇനി വന്നേ. വാവ എവിടെടാ? വാവ തക്കളി ചേച്ചി വീട്ടില് കൊണ്ടുപോയി. 1 മണിക്കൂറായില്ലേ? നീ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് ഞാൻ നോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങക്ക് പോണ്ടേ? എവിടെ തക്കളി ചേച്ചിയുടെ വീട്? എവിടെയാ? തക്കളി ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താ. പോയി നമുക്ക് വിളിക്കാൻ പോ. ബാ, സമയായി. ഇതാ വീട്. ഇതാണ് വീട്. വിളിക്ക്. തക്കളി ചേച്ചി, ചേച്ചി, തക്കളി ചേച്ചി. ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. മോളെ, ഇവിടെ ഒന്നും ആരും ഇല്ല മോളെ. നീ ഇവിടെ തന്നെയാണോ? ഇത് എന്നെ തക്കളി ചേച്ചിയുടെ വീട്. ഞങ്ങൾ എപ്പോഴും കളിക്കാൻ വന്നല്ലേ. ആരും കാണുന്നില്ലല്ലോ. വിളിച്ചേ. തക്കളി ചേച്ചി, തക്കളി ചേച്ചി. മോളെ, ചേച്ചി എവിടെ പോയി? ചേച്ചിയാണ് കൊണ്ടുപോയ. ഇവിടെ ആരും ഇല്ലേ? മക്കളെ ഒന്ന് കയറി നോക്കടാ. ഞാൻ എങ്ങനെ ഇതിനകത്ത് കയറി നോക്കണം? പരിചയമില്ലാത്ത വീട്ടില്.
ഇവിടെ ഇല്ലേ? നീ എല്ലായിടത്തും നോക്കിയാ? നീ കണ്ടിട്ടില്ലേ? എന്തേ ഞാനിവിടെ ഉണ്ട്. കീർത്തനക്കുട്ടി, ദൃശ്യം, എന്തെല്ലാരും കൂടി? ഞാനേ കീർത്തനയുടെ മാമനാണ്, പാലക്കാടുന്ന്. ആ, കുഞ്ഞുമായിട്ട് വന്നല്ലേ ആ കൊച്ചിനെ? മോള് കൊച്ചിനെ കൊണ്ടിങ്ങി പോന്ന്, പാവയെ കൊണ്ട്. അല്ല, ഇങ്ങോട്ട് കൊണ്ടുവന്ന അവള്. മറ്റെന്തേ? കുറച്ചു നേരമായിട്ട് നോക്കാണ്, കാണണല്ലേ ഇവിടെ അകത്ത്. ഞാൻ ഭാവയെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് കൊച്ചിനെടുക്കാൻ വേണ്ടി വന്നതാണോ? അതെ അതെ, അന്നകത്തുണ്ട്. പോവാൻ സമയമായി. ഞാൻ എത്തണ്ടേ? നോക്കിയടി ഒന്ന് അകത്തുണ്ടാന്ന്. കൊറേ നേരമായി നിങ്ങൾ ഞങ്ങൾ ഒരു 5-6 മിനിറ്റ് ആയി. മോനെ ഡീ, അവിടെ ഉണ്ടാടി. നോക്കട്ടെ നോക്കട്ടെ. കുഞ്ഞേ, തക്കളി, ഡീ. ഇവിടെ ഉണ്ടോ? അകത്തില്ല, പുറത്ത് എവിടെയും കളിക്കണ്ട. ഞാൻ നോക്കട്ടെ. സമയം കേറി ഇരുന്നോന്നാ, ഞാനിപ്പോ വിളിച്ചത്. ഇല്ല, അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നിക്കാം. പോരാട്ടാ. വരായിരുന്നു. ടെൻഷൻ അടിക്കണ്ട ഏട്ടാ, നോക്കി. ടെൻഷന്റെ അല്ല, സമയമായി. ഞങ്ങൾ പോണ്ടേ, ബസ് വിട്ടാലേ. തക്കളി, തക്കളി, തക്കളിയേ, അങ്ങോട്ട് പോയാവോ? ഡീ. ഇത്ര നേരമായി. തക്കളി, അപ്പോഴേ നീ കൊണ്ട് വന്നുകൂടായിരുന്നാ? തക്കളി ചേച്ചിയാ മാമ വാങ്ങിച്ചോണ്ട് പോയേ. അവിടെ ഉണ്ടാ? ഇങ്ങോട്ട് പോയാവത്? സമയം പോണു. വീട്ടിലും കാണണ്ടേ? തക്കളി മോളെ. കാണാനില്ലടി. കൊച്ചിന് കാലത്തും കണ്ടല്ലോ എടുത്തിട്ടില്ല. തക്കളി, കണ്ടില്ലേ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ അകത്ത് ശരിക്കും നോക്കിയാർന്നാ? അകത്തില്ല. കണ്ട അവിടെ ഒന്നും ഇല്ലേ? ഇവിടെ ഇത് ഇവിടെ തന്നെ അവള് തന്നെ കൊണ്ടുവന്നു, മോള് തന്നെ ആ കൊണ്ടുവന്നു. തക്കളിയെ ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഉറപ്പാണ്? നീ ചുമ്മാ കള്ളം പറയല്ലേ? ഇല്ല മാമ, കള്ളമല്ല പറയുന്നത്. തക്കളി ചേച്ചി സമയം എത്ര ആയെന്ന് അറിയാമോ? വഴക്ക് പറയണ്ട, കൊച്ചിവിടെ തന്നെ ഉണ്ടാവും. ശരി, അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് പോവാനും സമയം. ഇത് തക്കളി മോളെ, നിങ്ങൾ ഈ കഥ പിടിക്കാതെ എവിടെ നിന്ന് കൊച്ചിനെ നോക്കിയാൽ എന്തിനാണ് വിളിക്കുന്നത്? ഇങ്ങോട്ട് ഒന്ന് വന്നേ. ചേട്ടൻ നടങ്ങി. അവിടെ കേൾക്കാമല്ലോ വിളി. നിങ്ങൾക്ക് പറയാം, കൊച്ചിനെ കാണാനല്ല പറഞ്ഞ എന്റെ ടെൻഷൻ നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവും. ഇത് കീർത്തന മോളുടെ മാമനാ. ചേട്ടാ ഞാൻ പറയാം, വേറൊന്നും അല്ല. എന്താണ്? എന്റെ മോനെ കീർത്തന മോൾ എടുത്തോണ്ട് വന്നു. അവളെ നിങ്ങളെ മോൾ എടുത്തോണ്ട് വന്നു പറയണ. കാണാനില്ല കൊച്ചിനെ, തക്കളിയോ? രണ്ടുപേരെയും ഇല്ല, കാണാനില്ല. അവിടെ പിള്ളേര് കളിക്കുമായിരുന്നു. അപ്പൊ അവിടുന്ന് തക്കളി മോൾ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു പറഞ്ഞു. ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. ഇത് ഇവിടെയൊക്കെ നോക്കിയോ? ഉവ്വ. നീ ഇതോടെ പോയിട്ട് വന്ന? ഞാൻ നാത്തൂന്റെ കൂടെ ഹോമിനെ കാണാൻ പോയത്. അപ്പൊ തക്കളി ഇവിടെ നിർത്തിയിട്ട് പോയാ? അവളവിടെ നിന്ന് കളി. തങ്കം, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നീ വാതിൽ പറഞ്ഞിട്ട് പോയി കൊച്ചിനെ എങ്ങനെ നിർത്തിയിട്ട് പോയാ ഇന്നത്തെ കാലം അറിയാലോ. പൊന്ന് ചേട്ടാ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നതല്ല ഇവിടെ വിഷയം. എനിക്ക് കൊച്ചിനെ ഇപ്പൊ കിട്ടണം. ഇപ്പൊ ഇവിടെയൊക്കെ നോക്കിയോടി. നോക്കി തക്കളി മോളെ. ആ ബാക്കിൽ നോക്കിയാ അവിടെ. പറയടി. തക്കളിയേ, ആ പിള്ളേര് ഇവിടെ കളിച്ചോണ്ടിരിക്കാടി. ഇപ്പൊ വരും. ഞാൻ എന്താ പറഞ്ഞു, പിള്ളേർ കളിച്ചോണ്ടിരിക്കല്ലേ. കുഞ്ഞു അവൻ അവിടെ ഉണ്ട്. ഇപ്പൊ ലീറ്റോ, ആ രാജസ്ഥാന്റെ അവിടെ ഒന്ന് വിളിച്ചു നോക്കിയേ. സാറേ, തക്കളി പോണ കുഞ്ഞ് അവിടെ അങ്ങോട്ട് വന്നോ? ഇല്ലേ? തങ്കം അവിടെ ഒന്നും ഇല്ല. തങ്കം തക്കളി, എവിടെ എനിക്ക് കയ്യും കാലും പറക്കണ് കൊച്ചിനെ കാണാനായിട്ട്. ചേട്ടാ എവിടെ ചേട്ടാ? വേറെ വെക്കില്ല, അകത്തൊക്കെ നോക്കിയാ. അവർക്ക് കൊച്ചു പിള്ളേരെ കാണുമ്പോൾ എടുത്ത് വെളുപ്പിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നീ നല്ലോണം നോക്കിയാത്തൊക്കെ ആ റൂമിലൊക്കെ നോക്കിയാ. നിനക്കത് അറിയാവുന്നടി. ഒന്ന് നോക്കാം, പറയണ കേട്ടാ? തക്കളി, അതെ ഡീ. നോക്കാം. തങ്കം അവിടെ ഒന്നും ഇല്ല. തങ്കം എവിടെ പോയി നോക്കാം. തക്കളി, എവിടെ എനിക്ക് കയ്യും കാലും പറക്കണ് കൊച്ചിനെ കാണാനായിട്ട്. ചേട്ടാ എവിടെ ചേട്ടാ? മാലപ്പെടുത്തി നിങ്ങൾ വേറെ വെക്കില്ല, അകത്തൊക്കെ നോക്കിയാ. അവർക്ക് കൊച്ചു പിള്ളേരെ കാണുമ്പോൾ എടുത്ത് വെളുപ്പിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നീ നല്ലോണം നോക്കിയാത്തൊക്കെ ആ റൂമിലൊക്കെ നോക്കിയാ. നിനക്കത് അറിയാവുന്നടി. ഒന്ന് നോക്കാം, പറയണ കേട്ടാ? തക്കളി, അതെ ഡീ. നോക്കാം. തക്കളി, ഡീ. ലീറ്റോ, ആ ഒന്ന് വന്ന് ദേ വാതിൽ പൂട്ടിയിട്ടേക്ക് അവിടെ അകത്തുണ്ട്. അതെയാ? ആ, ഡീ. തക്കളി, തക്കളി മോളെ, തക്കളി തുറക്ക്, വേറെ വരുന്നേ അങ്ങോട്ട്. വാതിൽ തുറക്കാൻ. സമാധാനം ഉണ്ട്. മോളെ തക്കളി, മോളെ വാതിൽ തക്കളി, തുറക്ക്. അമ്മ ഒന്നും ചെയ്യില്ല. അമ്മ വാതിൽ തുറക്ക്. തക്കളി
മക്കളെ വാടാ, അച്ഛന്റെ ചക്കര വാടാ, അച്ഛന്റെ പൊന്നു വാടാ. ഓ നീ വിളിച്ചത് എത്ര നേരമായെന്നറിയാം നമ്മൾ ഇവിടെ കിടന്ന് വിളിക്കണം. വിളിച്ചത് കേട്ടോടി നീ കളിക്കുന്നോ നീ? എന്റെ നല്ല ജീവനങ്ങ് പോയി അറിയാമോ നിനക്ക്? നിന്നെ കൊച്ചിനെടുത്ത് നീ എന്താ ചെയ്യണേ? സോറി ചേട്ടാ. എന്ത് സോറി പറയാ, എനിക്കിട്ട് എന്റെ നല്ല ജീവനങ്ങ് പോയി അറിയാമോ? ഒന്നുമില്ല പക്ഷേ അവളെ അവൾക്ക് ഇങ്ങനെ കുട്ടികളോട് ഭയങ്കര ഒരു ഇഷ്ടം. ഇനി കൊച്ചിനെ കുളിപ്പിക്കാതെ പോകാൻ പറ്റുമോ? മോൻ പിടിച്ചു വെച്ചേക്കണ ഞാൻ ഒരിക്കലും സമയമില്ല സമയത്ത്. എന്താ നിന്റെ പ്രശ്നം? നീ പിള്ളേരെ കാണുമ്പോ ഒളിപ്പിച്ചിരുത്തുന്ന എന്ത് കാര്യത്തിനാ? ഇത്ര നേരം വിളിച്ചോ നീ കേട്ടോ? ആന്റി വിളിച്ച്, അമ്മ വിളിച്ച്, ഡാഡി വിളിച്ച്, നീ എന്തെടുക്കായിരുന്നു ഇവിടെ? ബോധം കെട്ടിരിക്കുവായിരുന്നോ? എടി നിന്നെ കാണാതെ ഞങ്ങൾ വിഷമിക്കും പോലെ ആ കൊച്ചിന്റെ അച്ഛൻ വിഷമിച്ചേ. കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ പൂട്ടിയിട്ടത് നീ? ഒരു കനാലിന് എന്തെങ്കിലും പറ്റിപ്പോയായിരുന്നെങ്കിൽ ആരോട് സമാധാനം പറയും? ഒന്നും പറ്റില്ലല്ലോ. പറ്റിയില്ല അല്ലെ, പറ്റുമ്പോഴേ അറിയാം. എന്താ നിന്റെ പ്രശ്നം? എന്താ അത് പറയും? എന്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനൊക്കെ അനിയനും ചേട്ടനും ഒക്കെ ഉണ്ട്, എനിക്ക് മാത്രം ആരുമില്ല. ഒരു കൊച്ചിനെ കണ്ടപ്പോ എനിക്ക് കൊതിയായപ്പോ. അയ്യോടാ പാവം. അതിന് കൊച്ചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്തുണ്ട് തെറ്റ്. പാടി മോളെ, അതിനിട്ട് തല്ലിക്കൊണ്ടിരിക്കുന്നു. വാ, ഇവക്ക് തലയ്ക്കല്ല കുഴപ്പമുണ്ടോ? കൊച്ചിന്റെ ഭാഗത്തല്ല, നമ്മുടെ ഭാഗത്താണ് തെറ്റുന്നത്. നമ്മളെന്തിനാ ഇത് അല്ലേ? നമ്മുടെ ഭാഗത്ത് തെറ്റുമല്ലോ ഉണ്ടോ? നമ്മളെന്തിനാ Alien versus Alien.